ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിലെ തന്നെ പല തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പീസ് ഉണ്ട്. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പീസ് ഉണ്ട്. അതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മുടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്തുവാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, absorption of infrared radiations by a molecule is the basis of infrared spectroscopy. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഒരു മോളിക്യൂള് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പി. അതാണ് അതിന്റെ ബേസിസ്. ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദസ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത്? ഒരു തരത്തിലുള്ള എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ് അല്ലേ? ലൈക്ക് എന്താണ് യു വി സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ എന്താണ് യു വി സ്പെക്ട്രോസ്കോപ്പി? എന്താണ്? ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തത് പ്രകാരം ഒരു മോളിക്യൂള് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി പറയും വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. ജസ്റ്റ് എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ബൈ എ മോളിക്യൂൾ ഇസ് ദ ബേസിസ് ഓഫ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇൻഫ്രാറെഡ് സ്പെക്ട്രം contains a large number of absorption bands from which a wealth of information can be derived about the structure of an organic compound. നമുക്കറിയാം സ്പെക്ട്രോസ്കോപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി എന്താണ്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുവഴി സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രം കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ബാൻഡ് അല്ലെ? ആ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ എന്തുണ്ട്? ഒരുപാട് അബ്സോർപ്ഷൻ ബാൻഡ്സ് നമുക്ക് കാണാം. From which a wealth of information can be derived about the structure of an organic compound. അപ്പൊ അത് ആ അബ്സോർപ്ഷൻ ബാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് ഈ ഒരു അബ്സോർപ്ഷൻ ബാൻഡ്സ്, ഒരുപാട് ഈ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ് നമുക്ക് ആ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് തരുന്നുണ്ട്. ഓക്കെ, the absorption of infrared radiations causes the various bonds in a molecule to stretch and bend with respect to each other. അപ്പൊ ഈ എന്താണ് ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? ഈ അബ്സോർബ് ചെയ്യുമ്പോഴെന്താണ് ഈ മോളിക്യൂൾസിലുള്ള ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നുണ്ട്. ഈ മോളിക്യൂൾസിലുള്ള ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ ബെൻഡും ചെയ്യുന്നുണ്ട്. എന്തിന്റെ ഫലമായിട്ടാണ്? ഈ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഈസ് 2.5 മൈക്രോമീറ്റർ ടു 50 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ ആണ് കേട്ടോ. ഇറ്റ് ഇസ് 2.5 മൈക്രോമീറ്റർ ടു 15 മൈക്രോമീറ്റർ in which molecular vibrations can be detected and measured in an infrared spectrum. അപ്പം ഈ നമ്മുടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിനകത്തുള്ള ഈ ഒരു മോളിക്കുലർ വൈബ്രേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന റീജിയൺ എന്ന് പറയുന്നത് എന്താണ്? 2.5 മൈക്രോമീറ്ററിനും 15 മൈക്രോമീറ്ററിനും ഇടയ്ക്കാണ് നമുക്ക് ഈ മോളിക്കുലർ വൈബ്രേഷൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ അതിനെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റുന്നത് എന്താണ്? ഈ 2.5 മൈക്രോമീറ്ററും 15 മൈക്രോമീറ്ററിനും ഇടയ്ക്കാണ്, ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, അതിന്റെ റേഞ്ച് ആണ്. ദ വേവ് ലെങ്ത് 2.5 മൈക്രോമീറ്റർ കറസ്പോണ്ട്സ് ടു വേവ് നമ്പർ 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പം ഈ 2.5 മൈക്രോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? 1/λ. 1/λ. അപ്പം 2.5 എന്ന് വെച്ചാൽ 1/2.5 µm അല്ലേ? അപ്പം 1/2.5 µm മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്? ഇൻറ്റു 10⁻⁻6 ചെയ്താൽ നമുക്കത് മീറ്ററിൽ കിട്ടും അല്ലേ? സെന്റിമീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻2 ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിലെ വേവ് നമ്പറിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്?
4000 ദാറ്റ് ഈസ് 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആൻഡ് 15 ന്യൂവിന്റെ എന്ത് വരും? 667 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അത് എന്താണ്? കൺവേർഷൻ ആണ്. ചെയ്യുമ്പോൾ നമുക്ക് അതാ കിട്ടുന്നത് കേട്ടോ. ആ കൺവേർഷൻ ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ടു എന്താണ് 667 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? മോളിക്കുലർ വൈബ്രേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഓക്കെ, thus the ordinary infrared region extends from 2.5 micrometer to 15 micrometer or എന്താണ് 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ടു 667 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതായത് ഓർഡിനറി സാധാരണ ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് തൊട്ട് 667 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ്. ദ റീജിയൻ ഫ്രം 0.8 മൈക്രോമീറ്റർ ടു 2.5 മൈക്രോമീറ്റർ ഈസ് കോൾഡ് നിയർ ഇൻഫ്രാറെഡ്. നമ്മൾ നിയർ ഇൻഫ്രാറെഡും ഫാർ ഇൻഫ്രാറെഡും പറയാറില്ലേ? നമ്മൾ നടുക്കുള്ള ആ ഒരു റീജിയൻ ഫുള്ള് നമ്മൾ ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയും. അത് കൂടാതെ തന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ ഈ 2.5 നാനോമീറ്റർ അല്ല 2.5 മൈക്രോമീറ്ററിന് താഴെ എന്താണ് 0.8 തൊട്ടൊരു 2.5 വരെ ഉള്ളതിനെ നമ്മൾ എന്താ പറയും? നിയർ ഇൻഫ്രാറെഡ് എന്ന് പറയും. അതേപോലെ നമ്മൾ ഈ യു വിയിലും ഒക്കെ അങ്ങനെ പറയും കേട്ടോ. നിയർ യു വി, ഫാർ യു വി എന്നൊക്കെ പറയാറുണ്ട്. എല്ലാത്തിനകത്തും അതിനൊക്കെ പറയാറുണ്ട്. അതേപോലെ നമ്മൾ ഇൻഫ്രാറെഡിനകത്തും പറയുന്നതേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഫ്രം 15 മൈക്രോമീറ്റർ ടു 200 മൈക്രോമീറ്റർ ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫാർ ഇൻഫ്രാറെഡ്. അതായത് ഇൻഫ്രാറെഡിന് തൊട്ട് അടുത്തുള്ളതും ഇൻഫ്രാറെഡിന് കുറച്ച് അകലെയുള്ള റീജിയണും നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ഇൻഫ്രാറെഡ് സ്പെക്ട്രം മേ ബി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഐഡന്റിറ്റി ഓഫ് ടു കോമ്പൗണ്ട്സ് ഓർ ടു ഡിറ്റക്ട് ദ സ്ട്രക്ചർ ഓഫ് ന്യൂ കോമ്പൗണ്ട്. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ഡിറ്റർമൈനിങ് ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂ കോമ്പൗണ്ട് it is quite useful to predict the presence of some functional groups which absorbs at a certain definite frequencies. അല്ലേ, അപ്പോൾ ഈ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കാൻ നേരത്ത് ചില ഫ്രീക്വൻസീസ് ചില ഫങ്ഷണൽ ഗ്രൂപ്പ് അബ്സോർബ് ചെയ്യും. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ്? കാർബണൈൽ ഗ്രൂപ്പ് ഓഫ് കീറ്റോൺസ് ഗീവ് എ സ്ട്രോങ് ബാൻഡ് അറ്റ് 1710 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പം നമ്മുടെ ഈ സ്പെക്ട്രം കിട്ടാൻ നേരത്ത് ഈ 1710 ഒരു ബാൻഡ് നമുക്ക് കാണാം. ആ 1710 ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? അതൊരു കാർബണൈൽ ഗ്രൂപ്പാണ്, ഓഫ് കീറ്റോൺസിൻ്റെ ആണ് എന്ന് നമുക്കറിയാം. കീറ്റോൺ ആണ്, അതായത് CO ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാം. ഷുവർ ആയിട്ട് നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ദാറ്റ് ഈസ് OH ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു 3600 to 3200 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ ഒരു ബാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ഷുവർ ആയിട്ടും അതെന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ആണ് അബ്സോർപ്ഷൻ ബാൻഡ് ആണ് നമുക്ക് പറയാം. അപ്പോൾ അത് എന്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതേപോലെ ഈ ഫ്രീക്വൻസീസ് അബ്സോർബ് ചെയ്യുന്നത് അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഒന്നും കൂടെ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ബേസ് നമ്മുടെ ഇൻഫ്രാറെഡിൻ്റെ ആ റീജിയൻ. പിന്നെ എന്താണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ആ റീജിയനും മാത്രമേ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഇത്രയും നമ്മൾ പറഞ്ഞതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെയൊക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, വൈബ്രേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഈസ് നമ്മളെന്താണ് അതിന് പറഞ്ഞേ ദ അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് കോസസ് വേരിയസ് ബോൺസ് ഇൻ എ മോളിക്യൂൾ ടു സ്ട്രെച്ച് ആൻഡ് ബെൻഡ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ അല്ലേ. സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും നടക്കും. എന്തുകൊണ്ടാണ് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഈ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുമ്പം അതിൻ്റെ ഫലമായിട്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബെൻഡ് ചെയ്യും. ഓക്കെ, ഇൻഫ്രാറെഡിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം മോളിക്യൂൾസിനുള്ളത് എന്താണ് വൈബ്രേഷൻ ഉണ്ട് അല്ലേ, സ്ട്രെച്ചിങ് ഉണ്ട്, സ്ട്രെച്ചിങ് വൈബ്രേഷനും ഉണ്ട്, അതേപോലെ ബെൻഡിങ് വൈബ്രേഷൻസും ഉണ്ട്. അപ്പോൾ ഇനി ആ മോളിക്കുലർ വൈബ്രേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, മോളിക്കുലർ വൈബ്രേഷൻസ്.
ദ ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ. അല്ലെ, ഒരു മോളിക്യൂൾസിലുള്ള ആറ്റംസ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, മൂവ്മെന്റിലാണ്. അല്ലെ, അതിങ്ങനെ ചുമ്മാ അനങ്ങാതിരിക്കുവാണോ, അല്ല, ചെറിയ പോലെ ഒരു വൈബ്രേഷൻസ് അതിനുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് മോഷൻ ആണ്. അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ലീഡ്സ് ടു ഗെയിൻ ഇൻ ദ എനർജി ഓഫ് എ മോളിക്യൂൾ. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ അല്ലെങ്കിൽ IR റേഡിയേഷനെ അബ്സോർവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മോളിക്യൂൾ എനർജി കൂടും. മോളിക്യൂൾ എന്ത് ചെയ്യും, എനർജി കൂടും. ദിസ് ഗെയിൻ ഇൻ എനർജി ലീഡ് ടു എ വെറൈറ്റി ഓഫ് വൈബ്രേഷൻസ് ഇൻ ദ മോളിക്യൂൾ. അപ്പോൾ ഈ എനർജിയുടെ കൂടുതൽ, അല്ലെ, ആ ഒരു എനർജി ഗെയിൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പല ടൈപ്പ് വൈബ്രേഷൻസ് മോളിക്യൂൾസിൽ കാണപ്പെടുന്നത്. 2 kinds ഓഫ് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ്, 2 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻസ്. സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും, അതിന് നമ്മൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻസും ബെൻഡിങ് വൈബ്രേഷൻസും. അപ്പോൾ എന്താണ് നമ്മൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് എന്ന് നോക്കാം. The vibration in which the distance between the 2 atoms increases or decreases but the atoms remains in the same bond axis is called stretching vibrations. അപ്പോൾ എന്താണ്, 2 ആറ്റത്തിൻ്റെ ഡിസ്റ്റൻസ് കൂടാം അല്ലെങ്കിൽ കുറയാം. 2 ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് എന്താണ് സൂചിപ്പിക്കുന്ന, ബോണ്ട് ലെങ്ത് അല്ലേ. അപ്പം സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് വെച്ചാൽ എന്താണ്, ബോണ്ട് ലെങ്ത് ഒന്നെങ്കിൽ കൂടാം ഒന്നെങ്കിൽ കുറയാം. അതാണ് സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ നടക്കുന്നത്. സിമ്പിൾ അല്ലേ. അതാ പറയുന്നത്, വൈബ്രേഷൻസ് ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 atoms increases, that is extension, or decreases, that is compression, but the atoms remains in the same bond axis. ആറ്റത്തിന് വല്ല മാറ്റവും ഉണ്ടോ, ആറ്റം അവിടെ തന്നെ ഇരിക്കും, പക്ഷെ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും കംപ്രസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് എക്സ്റ്റൻഷനും നടക്കും കംപ്രഷനും നടക്കും. അപ്പോൾ എന്താണ്, ബോണ്ട് ലെങ്തിലെ വേരിയേഷൻ ആണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഫോർ എക്സാമ്പിൾ, ദറ്റ് ഇസ് കൺസിഡർ സിമ്പിൾ മോളിക്യൂൾ XY എന്ന് വെച്ചൊരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദ ഓൺലി വൈബ്രേഷൻസ് വിച്ച് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സച്ച് എ മോളിക്യൂൾ ആർ ദ കംപ്രഷൻ ഓർ എക്സ്റ്റൻഷൻ. അപ്പോൾ XY എന്ന് പറഞ്ഞ മോളിക്യൂളിനകത്ത് എന്ത് നമുക്കറിയാം, എക്സും വൈയും. അതിനകത്ത് എന്താണ്, ഒന്നെങ്കിൽ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ കംപ്രഷനോ മാത്രമേ ആ ഒരു മോളിക്യൂളിൽ നടക്കൂ. ദീസ് ആർ കമ്പാരബിൾ ടു ദ കംപ്രഷൻ ഓർ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽഡ് സ്പ്രിംഗ്. ഒരു സ്പ്രിംഗ് ഇല്ലേ, സ്പ്രിങ്ങിനെ ഇങ്ങനെ വലിച്ചു നീട്ടാം, അതൊക്കെ നമ്മളെന്താണ്, അത് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് അതേപോലെ വരും. അതേപോലെ ഇങ്ങനെ വലിച്ചു നീട്ടാം, പിന്നെ അത് റിലീസ് ചെയ്യുമ്പോൾ പിന്നെയും എന്താണ്, തിരിച്ച് അതേപോലെ വരും. അങ്ങനെയല്ലേ പറ്റൂ. ഒരു സ്പ്രിങ്ങിനകത്ത് നമ്മൾ സ്ട്രെച്ചിങ്ങും കംപ്രഷനും മാത്രമല്ലേ പറ്റൂ. അതുപോലെ ദിസ് ടൈപ്പ് ഓഫ് വൈബ്രേഷണൽ മൊമെന്റ് ഇസ് കോൾഡ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പോൾ ഇങ്ങനത്തുള്ള വൈബ്രേഷനെ നമ്മൾ എന്ത് പറയാം, നമുക്ക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സ്ട്രെച്ച് എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം സ്ട്രെച്ചിങ് വൈബ്രേഷൻ അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഈ എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ കംപ്രഷൻ ആണ്, നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം. അതേപോലെ അത് പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ബോണ്ട് ലെങ്തിലുള്ള എന്താണ് ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബെൻഡിങ് വൈബ്രേഷനെ കുറിച്ചിട്ടാണ്. ദ വൈബ്രേഷൻസ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ദ ആറ്റംസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ ബോണ്ട് ആക്സിസ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ്, ആ ആറ്റത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നുണ്ട്. ആറ്റത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ബോണ്ട് ആംഗിൾ മാറുന്നുണ്ട്. ഓക്കെ, സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ എന്തായിരുന്നു, ബോണ്ട് ലെങ്ത് ആയിരുന്നു മാറുന്നത്. എന്നാൽ ഇവിടെ ബെൻഡിങ് വൈബ്രേഷനിൽ എന്താണ്, ബോണ്ട് ആംഗിൾ ആണ് മാറുന്നത്. For example, in polyatomic molecules, there are not only be stretching vibrations of individual bonds, but also vibrations involving change in the bond angles. The later, that is a vibration in bond angles, the later vibrational movements are called bending vibrations. അപ്പോൾ ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ബോണ്ട് ആംഗിളിലുള്ള ചേഞ്ച്, അതിനാണ് നമ്മൾ ബെൻഡിങ് വൈബ്രേഷൻസ്. ബെൻഡ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, കുനിയ അല്ലേ, ബെൻഡ് ആവുക. അപ്പം ഇപ്പോൾ നമ്മൾ തന്നെ നേരെ നമ്മൾ നിൽക്കുന്നു, നമ്മളിങ്ങനെ കുനിയുന്നു, ബെൻഡ് ചെയ്യുന്നു. നമ്മളെ തല നേരത്തെ എവിടെയാണ് ഇരുന്നത്, അതേ പൊസിഷനിലാണ് നമ്മളെ തല നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത് അല്ല. പക്ഷെ നമ്മുടെ കൈ ജസ്റ്റ് ഇങ്ങനെ എന്താണ് നീട്ടി വെക്കുന്നു, പിന്നെ കൈ ഇങ്ങനെ മടക്കുന്നു. അപ്പം നമ്മൾ അവിടെ തന്നെ ഉണ്ട്, കൈ മാത്രം ഇങ്ങനെ ആവുകയാണ്. അതെന്താണ്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ. എന്നാൽ നമ്മൾ കുനിയുമ്പോൾ നടക്കുന്ന എന്താണ്, ബെൻഡിങ് വൈബ്രേഷൻ. അവിടെ നമ്മൾ ഹെഡിൻ്റെ പോർഷൻ നോക്കിയാൽ മതി. ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സിംപ്ലി എന്താണ് സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ ബോണ്ട് ലെങ്തിലുള്ള വേരിയേഷൻ, ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതേപോലെ ബെൻഡിങ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താ, ബോണ്ട് ആംഗിളിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം,
ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ, അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. OH സ്ട്രെച്ചിങ് എന്ന് കൊടുക്കുന്നുണ്ടോ, OH സ്ട്രെച്ചിങ് അതൊന്നെങ്കിൽ എക്സ്റ്റൻഷൻ നടക്കുക അല്ലെങ്കിൽ കംപ്രഷൻ നടക്കുക, അതേ നടക്കും അവിടെ അല്ലേ. അതേപോലെ CO സ്ട്രെച്ചിങ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, സിയും ഓയും തമ്മിലുള്ള ബോണ്ടിൽ ഒന്നെങ്കിൽ അത് അടുക്കാം അല്ലെങ്കിൽ അകലാം. എന്നതാ ഇവിടെ നോക്കൂ, COH ഇത് ആംഗിൾ കാണിച്ചിരിക്കുന്നുണ്ടോ, COH ബെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആംഗിളും ആരവും അതെന്ത് ചെയ്യാം, ഇങ്ങനെ അടുത്തും വരാം അകന്നും പോവാം, അടുത്തും വരാം അകന്നും പോവാം. കണ്ടോ, അതാണ് ബെൻഡിങ്. അപ്പോൾ ബെൻഡിങ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ആ ആറ്റത്തിന്റെ പൊസിഷൻ മാറുന്നില്ലേ, മാറുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, വി നോ ദാറ്റ് ദ എനർജി റിക്വയർഡ് ടു സ്ട്രെച്ച് എ സ്പ്രിങ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് റിക്വയർഡ് ടു ബെൻഡ് ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ നമുക്ക് ബെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എനർജി നമുക്ക് എന്തിനു വേണം, സ്ട്രെച്ച് ചെയ്യാൻ വേണം. Thus, stretching absorptions of a bond appear at a higher frequencies, that is low wavelength, as compared to the bending absorption of the same bond. അപ്പം ഒരു സെയിം ബോണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെച്ചിങ് അബ്സോർപ്ഷൻ ആയിരിക്കും കൂടുതൽ. കാരണം അതിന് ഒരുപാട് ഹൈ ഫ്രീക്വൻസിയാണ് സ്ട്രെച്ചിങ്. അതായത് സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി വേണം. സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് എനർജി വേണം. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ്, ലോ വേവ് ലെങ്ത്. അത് രണ്ടും എന്താണ്, ഫ്രീക്വൻസിയും വേവ് ലെങ്തും എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പം സ്ട്രെച്ചിങ് എന്താണ്, സ്ട്രെച്ചിങ് അബ്സോർപ്ഷൻസ് ഓഫ് എ ബോണ്ട് അപ്പിയർ അറ്റ് ഹയർ ഫ്രീക്വൻസീസ് ആണ്. ഹയർ ഫ്രീക്വൻസിയിലാണ് സ്ട്രെച്ചിങ് നടക്കുന്നത് ദാൻ ബെൻഡിങ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ എന്താ, ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഈ സ്ട്രെച്ചിങ് വൈബ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇതാണ് സ്ട്രെച്ചിങ് വൈബ്രേഷനെ കുറിച്ച് എന്താണ്, ബോണ്ട് ലെങ്തിലുള്ള ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഇനി സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഉണ്ട്. രണ്ട് രീതിയിൽ സ്ട്രെച്ച് ചെയ്യാം. ഒന്നെന്താണ്, സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. രണ്ടാമത്തെ എന്താണ്, അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഒന്നാമത് സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഇൻ സിമെട്രിക് stretching, the movement of an atom with respect to a particular atom in a molecule is the same direction. അതായത് ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യാം. നമുക്ക് രണ്ട് ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യാം അല്ലേ. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ, അത് സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ. അവിടെ എന്താണ് കണ്ടോ, ഒരേ ആരോ കൊടുത്തിട്ടുണ്ടോ, ഒരേ സ്ഥലത്തോട്ടാണ്, അതായത് സെയിം ഡയറക്ഷനിലോട്ടാണ് സ്ട്രെച്ചിങ് നടക്കുന്നത്. അതിന് നമുക്ക് സിമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഒരേ സെയിം സൈഡിലോട്ടാണ് സ്ട്രെച്ചിങ് നടക്കുന്നു, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയാം. അപ്പോൾ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്തുമായിരിക്കും, ഒരെണ്ണം മേലിലോട്ട് സ്ട്രെച്ച് ചെയ്താൽ ഒരെണ്ണം താഴോട്ട് സ്ട്രെച്ച് ചെയ്യും. അതിൻ്റെ പിക്ചറാണ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്, വൺ ആറ്റം appears the central atom while the other departs from it. ഒരെണ്ണം അകലുമ്പോൾ ഒരെണ്ണം അടുക്കും, ഇങ്ങോട്ട് വരും. ഒരെണ്ണം മേളിലോട്ട് പോകുമ്പോൾ ഒരെണ്ണം താഴോട്ട്. ആ ആരോ കാണിച്ചിരിക്കുന്നുണ്ട്, ഒരെണ്ണം മേളിലോട്ടും ഒരെണ്ണം താഴോട്ടും. അത് തന്നെ എന്താണ്, അസിമെട്രിക് സ്ട്രെച്ചിങ്. അപ്പം സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് രണ്ട് തരമുണ്ട്, സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസും അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസും. അത് എന്തിൻ്റെ ബേസിലാണ്, ബോണ്ട് ലെങ്തിൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ബെൻഡിങ് വൈബ്രേഷൻസ്. ബെൻഡിങ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബോണ്ട് ആംഗിളിൻ്റെ ഡിഫറൻസ് ആണ്. അവിടെ ആറ്റംസിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദർ ആർ 4 types ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ്. 4 type ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്താണ്, സിസറിങ്. ഇൻ സിസറിങ് 2 atoms അപ്രോച്ച് ഈച്ച് അതർ. ഈ സിസറിങ് എന്ന് വെച്ചാൽ തന്നെ, സിസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, കത്രിക വെച്ച് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ രണ്ട് അറ്റം എന്താണ്, ഇങ്ങനെ കൂടിച്ചേരും. അതേപോലെ തന്നെ 2 atoms ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സിസറിങ്, ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ടൈപ്പ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻ. രണ്ടാമത്തെ എന്താണ്, റോക്കിംഗ്. റോക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻ റോക്കിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ ആറ്റംസ് ഒക്കർ ഇൻ ദ സെയിം ഡയറക്ഷൻ. കത്രിക നമ്മൾ ഇതാക്കുമ്പോൾ ഒരാൾ മുന്നോട്ട് ഇങ്ങനെ വരുന്നു, ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു അല്ലേ. രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്താണ്, വേറെയാണ് അല്ലേ. പക്ഷേങ്കിൽ റോക്കിങ്ങിൽ എന്താ, ഒരേ ഡയറക്ഷനിലോട്ട് ആണ് എന്താണ് ആ മൂവ്മെന്റ് എങ്കിൽ. മനസ്സിലായോ? സിസറിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സിസർ ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും വരും, ഒരെണ്ണം തിരിച്ചിങ്ങോട്ടും വരും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം, റോക്കിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, വാഗിങ്. വാഗിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻ വാഗിങ് 2 atoms മൂവ് അപ്പ്
ആൻഡ് ബിലോ ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആറ്റം. ആ സെൻട്രൽ ആറ്റത്തിനെ ബേസ് ചെയ്ത് ആറ്റംസ് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ മുകളിലോട്ട് പോവാം, മുകളിലോട്ട് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്ലെയിനിന് താഴോട്ട് ബെൻഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ വാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പിക്ചർ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നമുക്ക് മനസ്സിലാവും. സിസറിങ് കണ്ടോ, ഒരേ സ്ഥലത്തോട്ട് വരുന്നുണ്ടോ. റോക്കിങ് ഒരല്ല ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് നോക്ക്, റോക്കിങ് ആകുമ്പോൾ എന്താണ്, ഒരേ സൈഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മൂവ്മെൻറ്റ് വരുന്നത്. വാഗിങ് കണ്ടോ, ഈ പ്ലസ് പ്ലസ് കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ട്വിസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, ട്വിസ്റ്റിംഗ് കൂടെ പറഞ്ഞിട്ടാണ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ട്വിസ്റ്റിംഗ് എന്താണ്, ഇൻ ട്വിസ്റ്റിംഗ് വൺ ഓഫ് ദ ആറ്റംസ് മൂവ് അപ്പ് ദ പ്ലെയിൻ while the other moves down the plane with respect to central atoms. അതായത് ഈ സിസറിങ്ങും റോക്കിങ്ങിനും നമ്മൾ പറയുന്നത് ഇൻ ദ പ്ലെയിൻ എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ വാഗിങ്ങും ട്വിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഔട്ട് ദ പ്ലെയിൻ, ദാറ്റ് ഈസ് പ്ലെയിൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ആറ്റംസ് ഉള്ള പ്ലെയിനിൽ നിന്ന് ഒന്നുകിൽ എല്ലാ ആറ്റംസും മേളിലോട്ട് എന്താണ് ബെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ആറ്റംസും താഴോട്ട് ഒരേപോലെ ചെയ്യുന്നത് കേട്ടോ. ഒരാളെ മേളിലോട്ടും ഒരാളെ താഴോട്ടും അല്ല, അതിനെ നമ്മൾ ട്വിസ്റ്റിംഗ് എന്ന് പറയും. പക്ഷെ വാഗിങ് വരുമ്പോൾ എന്താണ്, ആ ആറ്റംസ് ഒരേപോലെ ഒന്നെങ്കിൽ മുകളിലോട്ട് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട്, എല്ലാവരും ഒരേപോലെ താഴോട്ട് ബെൻഡ് ചെയ്യാം. അതിന് നമുക്ക് എന്തെന്ന് പറയാം, വാഗിങ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരാറ്റം മേളിലോട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരെണ്ണം താഴോട്ട് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ട്വിസ്റ്റിംഗ് എന്ന് പറയാം. അതുകൊണ്ടാണ് ആ ട്വിസ്റ്റിങ്ങിനകത്ത് ഒരെണ്ണത്തിനകത്ത് പ്ലസും ഒരെണ്ണം മൈനസും. പക്ഷെ വാഗിങ് എന്താണ്, രണ്ടും പ്ലസ് പ്ലസ്. അതായത് ഒരേപോലെ രണ്ടാറ്റം ഉണ്ടെങ്കിൽ രണ്ടാറ്റവും മുകളിലോട്ട്, ആ പ്ലെയിനിൻ്റെ മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ രണ്ടാറ്റവും പ്ലെയിനിൻ്റെ താഴോട്ട് വരാം. അതിന് നമുക്ക് എന്തെന്ന് പറയാം, വാഗിങ് എന്ന് പറയാം. ട്വിസ്റ്റിംഗ് ആവുമ്പോൾ എന്താണ്, ഒരാറ്റം മുകളിലോട്ട് ആ പ്ലെയിനിന് മുകളിലോട്ട് ബെൻഡ് ചെയ്യും, ഒരെണ്ണം എന്ത് ചെയ്യും, താഴോട്ട് ബെൻഡ് ചെയ്യും. അതിന് നമുക്ക് എന്താ പറയാം, ട്വിസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ പിക്ചർ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കണ്ട. സിസറിങ്, റോക്കിംഗ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്, ഇത്രയാണ് നമ്മുടെ സ്ട്രെച്ചിങ് വൈബ്രേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പം എന്താണ്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ട്, അത് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഫാക്ടേഴ്സാണ് ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഇൻഫ്രാറെഡ് സ്പെക്ട്രം വെച്ചിട്ട് കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്, കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്. എന്താണ് അതിനിട്ട് പിന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് റീജിയൺ ഉണ്ട്. ഈ സ്പെക്ട്രത്തിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് റീജിയൺ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് പറയണം. അതുകൂടെ പറയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഫുള്ളൊരു ഇത് നമുക്ക് കവറാവുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇതിൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.